ജീവിതം ഒരു തട്ടിക്കൂട്ട്, ഈ ജന്മവും ഒരു തട്ടിക്കൂട്ട്. ഡേ, എന്താ മനുഷ്യ ഇതെന്ത്? ഏത്? ദേ നോക്ക്, എന്താന്ന് വെച്ചാ നാണുണ്ടോ മനുഷ്യ? കുടിച്ച് ബോധമില്ലാതെ ഇങ്ങനെ വന്നിക്കാൻ. ഇത് നിന്റെ വേഷവും കോപമാണ്. ഇങ്ങോട്ട് കൊണ്ടാ ഡേ, എന്നതാന്നാ? ഒരു 200 രൂപ. ഒരു 200 രൂപ എവിടെന്ന് തരാനാ? എൻ്റെ എവിടുന്നാ? ശമ്പളം കിട്ടിയില്ലടി. എവിടുന്ന് ശമ്പളം കിട്ടാനാ? 2 ദിവസം കഴിയണം. അത് നുണ. ഞാൻ എന്തിനാ നിങ്ങളോട് നുണ പറയുന്നേ? ഞാൻ അന്വേഷിക്കടി. പോയി അന്വേഷിക്കാം അങ്ങോട്ട്. ആ, അന്വേഷിക്കും. നിങ്ങൾ പോയി അന്വേഷിക്കും. എന്റെ വണ്ടി എവിടെ ഇടണമെന്ന് ഞാനാ തീരുമാനിക്കുന്നത്. സർ, പാർക്കിംഗ് എല്ലാവർക്കും ഉള്ളതല്ലേ? എല്ലാവരുടെയും സൗകര്യം നോക്കണ്ടേ? താൻ എന്നെ പഠിപ്പിക്കാൻ വരിക? ഞാൻ എന്ത് പഠിപ്പിക്കാനാണ് സർ? എന്നാ താൻ തന്റെ പണി നോക്കും. എന്റെ പണിയല്ലേ സർ ഞാൻ നോക്കുന്നത്. തന്റെ ഒരു ഡയലോഗ് തൊട്ട് പോകല്ലേ. ആ, എന്ത് പണിയാ കാണിക്കണേ? എന്തൊരു മനുഷ്യനാടോ താൻ? ഇയാളുടെ അപ്പന്റെ പ്രായമില്ലേ എനിക്ക്? തന്തൊക്കെ വിളിക്കുന്നു. ആ, എന്ത് മെനക്കെട കാണിക്കണേ? ടിപ്സ് ആണെങ്കിലും മനസ്സിലാക്കാം. ഇത് അതല്ലല്ലോ സർ. സാരമില്ല, നിങ്ങൾ ഇത് വാങ്ങ, അല്ലെങ്കിൽ ദൈവം പൊറുക്കില്ല. എല്ലാം ദൈവം കാണുന്നുണ്ട്, ദൈവം എല്ലാം അറിയുന്നുണ്ട്. ഇതെന്താണ്? ഇതെന്റെ യൂണിഫോമാണ് സാറേ. എന്റെ ശമ്പളത്തിന്റെ കാര്യം എന്തായി? നിങ്ങളുടെ ശമ്പളം 2 ദിവസം കഴിയുമ്പോൾ സൂപ്പർവൈസർ സൈറ്റിലെത്തിക്കും. ഓക്കെ. സാർ, 2 ദിവസത്തെ ലീവ് വേണമായിരുന്നു എനിക്ക്. ലീവിനാണെങ്കിലേ അപേക്ഷ തന്നിട്ട് പോയിക്കോളൂ. എന്താ ഇത്? ജോലി ചെയ്താൽ ശമ്പളം കൊടുക്കാൻ മേലെ? തനിക്ക് അതിനിവിടെ ജോലിയില്ലല്ലോ. എന്റെ ഭാര്യ ജോലി ചെയ്ത ശമ്പളം ചോദിക്കുന്നേ. എന്നാ അവര് ചോദിക്കട്ടെ. വാ വാ. സാറേ, ഈ ശമ്പളം കിട്ടിയിട്ട് വേണം എനിക്ക് ജീവിക്കാൻ. എനിക്ക് കിട്ടിയിട്ട് വേണ്ടേ ഞാൻ നിങ്ങൾക്ക് തരാൻ? ജോലി ചെയ്യുന്ന സാറ് പറഞ്ഞിട്ട് അപ്പോ ശമ്പളം തരാൻ സാറ് പറഞ്ഞല്ലേ? ഓഹോ, താൻ എന്നെ നിയമം പഠിപ്പിക്കുകയാണോ? അല്ല സാറേ, ഒരു പണിയും കിട്ടാതാണ് ഈ പണിക്ക് വന്നത്. ഒരു ദിവസം എത്ര പേരോട് ചെയ്തോളി വെക്കണമെന്ന് അറിയാമോ? കാറിലാശം മാറ്റിയിടാൻ പറഞ്ഞാൽ പരിഹാസം പൊച്ചാൻ തെറി. ഒന്നും ഇരിക്കാൻ വരെ സമയമില്ല. എല്ലാം സഹിക്കാം. സമയത്തിന് ശമ്പളം കൂടി തന്നില്ലെങ്കിലോ അവിടുന്ന് കിട്ടുന്ന ഭക്ഷണം കൂടി കഴിക്കാൻ കൊള്ളാത്തതാണ്. എല്ലാവരും കഴിച്ച് മിച്ചം വെക്കുന്നത് കൂട്ടിയിട്ടെടുത്ത് തരും. രാവിലത്തെ ഒരു 11 മണിയാവും, ഉച്ചയ്ക്ക് 4 മണി. എല്ലാം കടിച്ചു പിടിച്ചാണ് സഹിക്കുന്നത്. സർ, ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. ഇതെന്താണ്? ഇത് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തെ ബോർഡാണ്. ഇത് വെച്ചിട്ട് പോന്നാൽ തിരിച്ചു കിട്ടുമെന്ന് ഒരുറപ്പുമില്ല. സെക്യൂരിറ്റിയാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ബോർഡിന് ബോർഡാണ്, പിന്നെ ഞാൻ പണം ഉണ്ടാക്കണം. അതാണ് അവസ്ഥ. സർ, ശമ്പളം അവിടെ കിട്ടിയില്ല. കിട്ടുമ്പോ തരാമെന്നാ പറഞ്ഞത്. അവിടുന്ന് കൊടുത്തു എന്നാണല്ലോ പറഞ്ഞത്. എന്തെങ്കിലും തിരിമറി നടത്തി കാണും. ആ, ഇവിടെ ഇരിപ്പുണ്ടായിരുന്നോ? നീ എന്താ ഇവിടെ? നിങ്ങളെ കാണാത്ത ഇറക്കി ഇറങ്ങിയതാ. അതുമല്ല, ആ വാടകക്കാരൻ വാടക ചോദിക്കാൻ വന്നിരുന്നു. അതിന് ഇങ്ങോട്ട് വരേണ്ട കാര്യമുണ്ടോ? വൈകിട്ട് വരുമെന്ന് പറഞ്ഞാ പോയത്. എനിക്ക് വയ്യ അയാളോടൊന്ന് പറഞ്ഞു നിൽക്കാനൊന്നും. ഇവിടുന്ന് കിട്ടിയാലല്ലേ എല്ലാവർക്കും കൊടുക്കാൻ പറ്റൂ. അതെന്ത് ന്യായം? ഈ മാസമല്ലേ ലേറ്റ് ആയിട്ടുള്ളൂ. ആകെ തുടങ്ങിയിട്ട് 2 മാസമല്ലേ ആയുള്ളൂ.
നിങ്ങൾക്ക് തന്ന യൂണിഫോമിന്റെ കാശ് ഇന്നാണ് ഞാൻ കൊടുത്തത്. ആഹാ, അപ്പൊ കയ്യില് 10 കാശില്ലാതെ തന്നെ തുടങ്ങിയത്. എല്ലാവർക്കും നാളെയും മറ്റന്നാളായി സാലറി തന്നിരിക്കും. എന്താണ് ഉറപ്പ്? പുതിയൊരു കോൺട്രാക്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് 2 ദിവസത്തിനുള്ളിൽ നമുക്ക് അതിന്റെ അഡ്വാൻസ് കിട്ടും. BF ESI എന്ന് പറഞ്ഞ് ശമ്പളം കെട്ടിക്കൊന്നും പറ്റില്ല, മുഴുവൻ ശമ്പളം തരണം. ഓ, തന്നേക്കാം. നിങ്ങളൊരു മനുഷ്യനാണോ? കള്ളു കുടിച്ച് റോഡ് നീളെ നടന്ന് ഭാര്യ ചീത്ത പറയാനായിട്ട്. നാളെ മുതൽ ഞാൻ ജോലിക്ക് പോകുന്നില്ല. നാളെ എന്റെ വീട്ടിൽ പോവാ ഞാൻ. നിങ്ങളായി നിങ്ങളുടെ പാടായി. ഞാൻ പറഞ്ഞ കേട്ടല്ലോ. ഇത്രയും കാലം ഞാൻ സഹിച്ചു. എന്റെ മോനുണ്ടായിരുന്നെങ്കിൽ. അവൻ പോയതാണ് എന്റെ വിഷമം. നിങ്ങള് നമ്മുടെ മോനെ ഓർത്തികളിൽ കൂട്ടി ഒന്ന് നിർത്ത്. അവനെ നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ, എന്നോട് ഒരിത്തിരി സ്നേഹം ഉണ്ടെങ്കിൽ കുടി നിർത്തും. നിർത്തി. ഞാൻ കുടി നിർത്തി. 100% ഉറപ്പ്. ഇപ്പൊ തന്നെ നിർത്തും. ഇത് എത്ര വട്ടം ഞാൻ കേട്ടു. ഇനി ഇത് കൂടി ചേരാതെ ഞാൻ മദ്യപിക്കില്ല. നീയാണ് സത്യം. ഇനി മുതൽ നീയാണ് എൻ്റെ ലഹരി. ഈ കൊച്ചു വീടാണ് എൻ്റെ ഏറ്റവും വലിയ ലഹരി. നിങ്ങൾക്ക് വേറെ വല്ല ജോലിക്കും പോയിക്കൂടെ? നിനക്കെൻ്റെ കാര്യമൊന്നും അറിയില്ല എന്നുണ്ടോ? ഈ പ്രായത്തിൽ വേറെ എന്ത് ജോലി എനിക്ക് കിട്ടാനാണ്? ലോട്ടറി വിൽക്കാൻ പോകാനാണെങ്കിലും നടക്കണം. 10 മിനിറ്റ് നിൽക്കാനും 5 മിനിറ്റ് നടക്കാനും വയ്യാത്ത ആളാണ് ഞാൻ. ഹോട്ടൽ മാനേജരായിരുന്നെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഇന്നത്തെ കാലത്ത് മോഡേൺ ടെക്നോളജി എല്ലാം അറിഞ്ഞിരിക്കണം. ഇനിയിപ്പോൾ ഇവിടെ ശമ്പളം കിട്ടാൻ കുറച്ച് താമസിച്ചാലും മരുന്ന് വാങ്ങാനും ഇവിടുത്തെ ചിലവുകൾക്കും എനിക്ക് കിട്ടുന്ന ടിപ്സ് കൊണ്ട് സാധിക്കില്ലേ? എൻ്റെ ഭക്ഷണം അവിടുന്ന് കിട്ടുന്നുണ്ട്. ലാഭമാണോ മോളെ? മഹാലാഭം. ബുദ്ധിമുട്ടാതെ ജീവിക്കാൻ ഒക്കില്ല മോളെ. അതൊരു കണക്കിന് ശരിയാ. ഒന്നല്ല, 100 കണക്കിന് ശരിയാ. വണ്ടിയുടെ തിരക്ക് കുറയുന്ന സമയത്ത് എനിക്കിരിക്കാൻ പെർമിഷനുണ്ട്. കസേരയും തന്നിട്ടുണ്ട്. ഇപ്പം നീ എൻ്റെ കൂടെയുണ്ട്. സ്വർഗമല്ലേ മോളെ, സ്വർഗം. എന്ത് ചെയ്യാനാ? 3 ആമ്പിള്ളേരാ. എല്ലാറ്റിൻ്റെയും തലതിരിഞ്ഞു പോയി. ഇളയവനാണെങ്കിൽ നിത്യരോഗിയുമായി. വീടും പറമ്പും വിറ്റിട്ടും അവൻ്റെ രോഗം ഭേദമായിട്ടില്ല. അവൻ്റെ കെട്ടിയവള് അവനെ പൊന്നുപോലെ നോക്കുന്നത് തന്നെ മഹാഭാഗ്യം. നമ്മളാരെയും ദ്രോഹിച്ചിട്ടില്ല, ആരെയും ചതിച്ചിട്ടില്ല. എല്ലാം ദൈവത്തിൻ്റെ ഒരു പരീക്ഷ, അല്ലെങ്കിൽ വിധി. ഇന്നാ ചേട്ടാ ചായ. കാലത്ത് കൈവറക്കുന്നുണ്ടല്ലോ. നീ ഇത് മാറാൻ കുടിക്കാൻ പോവോ? ഇല്ലടി, ഞാനിന്ന് മദ്യപിക്കില്ല. പിന്നിതോ? ഇത് സാരമില്ല. ഇത് സാരമില്ല.
നമ്മൾ തീരുക ഈ പ്രായത്തിൽ? എന്ത് ജോലിയാണെങ്കിലും ചെയ്യാൻ തയ്യാറാണ് സാറേ. ഇപ്പോൾ സെക്യൂരിറ്റിക്ക് എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാർ മതി. ഈ പ്രായത്തിലും സെക്യൂരിറ്റി ജോലി ചെയ്യുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ രജിസ്ട്രേഷൻ ഫീസ് 500 രൂപയാണ്. റൂൾ അനുസരിച്ച് നിങ്ങളുടെ ആദ്യത്തെ ശമ്പളത്തിൻ്റെ പകുതി ഫസ്റ്റ് മാസം തന്നെ ഞങ്ങളെടുക്കും. ഹലോ, നിങ്ങൾക്ക് ഞാൻ ജോലി തരാം. ആർക്കും 5 പൈസ മുടക്കണം. ആ ഇന്നത്തെ പരിപാടി കഴിഞ്ഞോ? ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. കുറച്ച് നേരത്തെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. എന്തായി ഞാൻ മുമ്പ് സൂചിപ്പിച്ച കാര്യം? ഏത് കാര്യം? നമുക്കൊരു സംഘടനയൊക്കെ വേണ്ടേ? ശരിയാ, വേണ്ടതാണ്. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ വലുതാണ്, എന്നാ സീരിയസുമാണ്. സമയത്തിന് ശമ്പളം തരാത്ത മാനേജ്മെൻറ്റ്, ESI PF നൂലാമാലകൾ, സ്റ്റാഫിനെ കിട്ടാത്ത അവസ്ഥ, ഇനി കിട്ടിയാലോ ഡിസിപ്ലിൻ ഇല്ലാത്ത സ്റ്റാഫ്. സത്യമാണത്, കറക്റ്റാണ്. എന്നാൽ പിന്നെ നമുക്ക് ഓരോ കാപ്പി പിടിച്ച് സംസാരിക്കാം. ചേട്ടാ, ശമ്പളം കിട്ടിയാ? എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് കിട്ടി. നാളെ കിട്ടുമായിരിക്കും. കിട്ടും. ഞാൻ പോട്ടെ. ഓക്കെ ബൈ. പിന്നെ കാണട്ടാ. മാധവൻ പ്രശ്നത്തിലാണെന്ന് അറിഞ്ഞത്. അതങ്ങനെയല്ല, ഒരു ആരുടെയും സാലറി കൊടുത്തിട്ടില്ലെന്ന് അറിഞ്ഞത്. ബുദ്ധി മാത്രം പോരാ, പണം കൂടി ഉണ്ടാവണം, എങ്കിലേ സ്ഥാപനം മുന്നോട്ട് പോകും. മാർവൽ കമ്പനി സ്റ്റാഫ് 60 പേരല്ലേ? 10 പേരുടെ പീപ്പ് അടച്ചാൽ മതി. ആരും അങ്ങ് ശരിയായിട്ട് നിൽക്കില്ല. കുറെ ആളുകൾ വരും പോവും, അതല്ലേ നമ്മുടെ വാക്യം. 4 മാസമായിട്ട് ക്രൗൺ കമ്പനിയുടെ PF ആരുടെ അടച്ചിട്ടില്ല. യെസ്, എപ്പോഴെങ്കിലും ഒരു ഇഷ്യൂ വരാതെ നോക്കണം. 3-4 പേരുടെ അടച്ചു മുന്നോട്ട് പോവാ, ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം. അവര് വർക്ക് ചെയ്യണത് കമ്പനിയിലല്ലേ, ഇവിടെ അല്ലല്ലോ. ഇത് ഇങ്ങനായോ ദൈവമേ? ഒന്ന് വായിക്കാനും നിവൃത്തിയില്ല. കോപ്പ ആവോ, ഇതും പൊട്ടിയോ? ഇതിനും ഇനി 20 രൂപ ഉണ്ടാക്കണമല്ലോ. ഓരോ ചെരുപ്പ് കുത്തിക്കും ചോദിക്കാതെ പണം കൊടുത്തോണ്ടിരുന്ന ഞാനാ. ഇനിയിപ്പം ഞാൻ എന്ത് ചെയ്യും? അല്ല, ഒരു മലയാള ചെരുപ്പ് കുത്തി പോലും ഇല്ലല്ലോ ഒരു കടം പറയാൻ. നിങ്ങൾ എന്താ അങ്ങനെ ഇരിക്കുന്നത്? കുളിക്കുന്നില്ലേ? പോകുന്നില്ലേ? എന്നാ പല്ല് തേക്കേ. രൂപയുടെ പേസ്റ്റ് 28 ദിവസമായി ഞാൻ വാങ്ങിയിട്ട്. അതൊന്നും നിവൃത്തിയില്ല. നമുക്ക് രാജയോഗമാടി വരാൻ പോകുന്നത്. രാജയോഗം.